ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഉണ്ടാക്കി ഈ ഡ്രാഗൺ ചിക്കനുമായിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 1 കിലോ ചിക്കൻ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു ചൂണ്ടുവിരലിൻ്റെ നീളത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊരിച്ചൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കോളും. ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിനി ഒരു 15 മിനിറ്റ് അവിടെ സൈഡിൽ മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുത്ത് അതിലോട്ട് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഇതിലിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കനൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു തിക്ക് ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ബാറ്ററിലോട്ട് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ ബാറ്റർ ഈ ചിക്കനിലൊക്കെ നല്ലപോലെ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഡാർക്ക് സോയാ സോസ് 2 ടീസ്പൂണും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാവുമ്പോൾ ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഈ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടാകുമ്പോൾ ഓരോ ചിക്കൻ പീസായിട്ട് ഈ ബാറ്ററിൽ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ എടുത്ത് ഈ എണ്ണയിലോട്ട് ഇട്ട് ചെറിയ തീയിലിട്ട് ബ്രൗൺ കളറിൽ ഒന്ന് പൊരിച്ചോരിയെടുക്കാം. 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ ചിക്കൻ പീസസും പൊരിച്ചു കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. ഈ ഡ്രാഗൺ ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു പാനിലോട്ട് നമുക്ക് ആ ചിക്കൻ പൊരിച്ചു കോരിയ എണ്ണയിൽ നിന്ന് അല്പം ഒഴിച്ചിട്ട് ഒരു 12 വെളുത്തുള്ളി എടുത്ത് ചോപ്പ് ചെയ്ത് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 ഇഞ്ച് കഷ്ണവും ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. അതായത് അടുത്തതായി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഒരു 3 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലോട്ട് 5 ഉണക്കമുളക് എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുക. ഉണക്കമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ട് പച്ചമുളക് വേണം ഒഴിവാക്കാവുന്നതാണ്. ഉണക്കമുളക് എന്തായാലും ചേർത്ത് കൊടുക്കണം, അത് മസ്റ്റാണ്. എരിവ് അധികം വേണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിക്കൊള്ളുക. ഇതിലോട്ട് നമുക്കിനി ഒരു 2 സവാള എടുത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പകുതിയോളം വഴന്ന് വന്നതിന് ശേഷം വേണം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. സവാള ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് വഴന്ന് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 20 കാഷ്യൂ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂവും ചേർത്ത് 1 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ക്യാപ്സിക്കം 1 വലുത് ചേർത്ത് കൊടുക്കുക. ഡ്രാഗൺ ചിക്കൻ കഴിച്ചിട്ടുള്ളവർക്കറിയാം, റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും ഒക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ ക്യാപ്സിക്കം ഒരു പകുതി ചേർത്തിട്ട് അത് രണ്ടും ഒരു പകുതി വീതം നീളത്തിലരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഉപ്പ് 1/4 ടീസ്പൂൺ മതി. കാരണം സോസൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അതിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ ചേർത്ത് കൊടുക്കുക.
അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഡാർക്ക് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ആണ്. ഡാർക്ക് സോയാ സോസ് തന്നെ എടുക്കാൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപ്പ് പാകമാണെന്ന് നോക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ആ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചിക്കൻ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഗ്രേവിയിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ചൂടാകുമ്പോൾ ഈ ചിക്കൻ പീസ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഞാൻ ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തോളുക. ഇപ്പോൾ ഈ ഗ്രേവി ഈ ചിക്കനിൽ നല്ലപോലെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ ഇളക്കി കൊടുക്കുവാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അല്പം സ്പ്രിംഗ് അണിയൻ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ സ്പ്രിംഗ് അണിയൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ചില്ലി ചിക്കൻ പോലെ കുറേ ഗ്രേവി ഒന്നും ഈ ഡ്രാഗൺ ചിക്കനിന് ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുള്ളവർക്ക് പിന്നെ ആ ചിക്കൻ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഉപ്പൊക്കെ പാകമാക്കി ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് അത് നല്ലപോലെ ചൂടാക്കിയിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ പുറത്തോട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാത്രമേ ഇതിനകത്ത് ഗ്രേവി ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഗ്രേവിയിലകത്തോട്ട് ചിക്കൻ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ഈ കോട്ടിംഗ് ഒക്കെ ഉള്ള ചിക്കൻ ആയതുകൊണ്ട് അതിലോട്ട് കൂടുതൽ ഗ്രേവി വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എത്ര ഗ്രേവി ചേർത്ത് കൊടുത്താലും ഇത് ഒട്ടും തന്നെ ഗ്രേവി ആയിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തോളുക. എനിക്ക് ഈ രീതിയിൽ ചെയ്തെടുത്തപ്പോഴാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഗ്രേവിയിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഈ ഡ്രാഗൺ ചിക്കനകത്ത് ചേർത്ത് കൊടുത്ത ആ സ്പ്രിംഗ് അണിയൻ ഇല്ലേ, അത് ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നട്ടു വളർത്തി ഉണ്ടാക്കിയതാണ്. സ്പ്രിംഗ് അണിയനൊക്കെ എപ്പോഴും കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലും കടകളിൽ നിന്ന് വാങ്ങിയ സ്പ്രിംഗ് അണിയൻ അതിൻ്റെ ലീഫ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റൂട്ട് എടുത്ത് വെറുതെ ഒരു ചെടിച്ചട്ടിയിൽ മണ്ണിൽ ഇങ്ങനെ കുഴിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് കുറേ ഉണ്ടാവും. സ്പ്രിംഗ് അണിയൻ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല പുതിനയുടെ തണ്ടും ഇതേപോലെ ലീഫ് എടുത്തതിന് ശേഷം തണ്ട് വെറുതെ കുത്തി വെച്ചാൽ കുറേ പുതിനയും ഉണ്ടായി വരും. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഉള്ള സ്ഥലത്ത് ബാൽക്കണിയിൽ ഇങ്ങനെ നട്ട് വളർത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയിട്ടുമാണ് ഈ പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു തവണ ഇങ്ങനെ സ്പ്രിംഗ് അണിയനൊക്കെ വളർന്നു വന്നതിന് ശേഷം നമുക്ക് എടുക്കേണ്ടി വന്നാൽ റൂട്ടോടുകൂടി പറിച്ചെടുക്കാതെ ജസ്റ്റ് ആ വേണ്ടുന്ന അത്രയും സ്പ്രിംഗ് അണിയൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയായിട്ട് ഇങ്ങനെ പിന്നെയും വളർന്നുകൊണ്ടിരുന്നോളൂ. നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസിലൊക്കെ ചേർക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ചിക്കനാണ് ഇവിടെ റെഡിയായി വന്നിരിക്കുന്നത്. ഇത് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. പിന്നെ ആ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഈ ഡ്രാഗൺ ചിക്കനും കൂടി പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസൊക്കെ പുതിയതായിട്ട് കാണണമെങ്കിലും അറിയണമെങ്കിലും എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നുള്ളതും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.